ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 6ാം ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ കൂടെ തന്നെ സഞ്ചരിച്ചിരുന്നു. ക്രമേണ അയാളുമായി സാന്റിയാഗോ നല്ല അടുപ്പത്തിലായി. രാത്രി യാത്ര അവസാനിപ്പിച്ച ഒരിക്കൽ ഒരു താവളത്തിൽ തീ കാഞ്ഞിരിക്കവേ അവൻ അയാളുടെ സ്വന്തം കഥ പറയുകയുണ്ടായി. ആൻഡലൂസിയയിലെ പുൽമേടുകളിൽ ആടുകളെ മേച്ചിരുന്ന സാഹസിക കഥകൾ. അങ്ങനെ ഒരു ദിവസം ആ ഒട്ടകക്കാരനും അവന് പറഞ്ഞു കൊടുത്തു സ്വന്തം ജീവിതകഥ. എൻ്റെ വീട് കൈമൂറിനടുത്തായിരുന്നു. ഭാര്യയും മക്കളും സ്വന്തമായി ഒരു തോപ്പും. മരണം വരെ യാതൊരു അല്ലലും കൂടാതെ കഴിയുമെന്ന് ആശ്വസിച്ചു. 1 കൊല്ലം പതിവിൽ കൂടുതൽ വിളവ് കൊയ്യാനായി. നല്ല ആദായം കിട്ടി. എല്ലാവരും കൂടി ഹജ്ജ് യാത്ര നടത്തി. അങ്ങനെ ജീവിതത്തിൽ അവശ്യം ചെയ്തിരിക്കേണ്ട ആ ഒരു കടമയും നിറവേറ്റാനായി. മനസ്സിൽ നിറഞ്ഞ തൃപ്തി. ഇനി സമാധാനത്തോടെ മരിക്കാം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭയങ്കരമായ ഭൂമികുലുക്കം. നൈൽ നദി കരകവിഞ്ഞൊഴുകി തുടങ്ങി. അങ്ങനെ ഒരു അത്യാപത്ത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപകടങ്ങളും ആപത്തുകളും ഒക്കെ മറ്റുള്ളവർക്ക് എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കാറ്. വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുന്ന മരങ്ങളെക്കുറിച്ചായിരുന്നു അയൽക്കാർക്ക് വ്യസനം. മക്കളെങ്ങാനും അതിൽ ഒലിച്ചു പോയേക്കുമോ എന്നായിരുന്നു എൻ്റെ ഭാര്യയുടെ ആശങ്ക. സർവവും നഷ്ടപ്പെടാൻ പോകുന്നു എന്നായിരുന്നു എൻ്റെ ഭയം. ആ വെള്ളപ്പൊക്കത്തിൽ ഭൂമി മുഴുവൻ താറുമാറായി. വേറെ എന്തെങ്കിലും പണി നോക്കാതെ ജീവിക്കാനാവില്ല എന്ന സ്ഥിതിയായി. അങ്ങനെയാണ് ഞാൻ ഒട്ടക്കാരനായത്. ആ ദുരന്തത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പഠിച്ചു. അള്ളാഹയുടെ തിരുവചനത്തിൻ്റെ പൊരുൾ. ഒരാളും ഭയപ്പെടേണ്ടതില്ല. വിധിയെക്കുറിച്ച് ഓർത്ത് സ്വന്തം ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ വഴി മുമ്പോട്ട് പോകാനുള്ള കഴിവുണ്ടായിരുന്നാൽ മാത്രം മതി. നമുക്കൊക്കെ എപ്പോഴും പേടിയാണ് സ്വന്തം എന്ന് കരുതുന്നതൊക്കെ കൈമോശം വന്നു പോയാലോ എന്ന്. ജീവൻ, സമ്പത്ത്, സന്താനങ്ങൾ. പക്ഷേ ഈ ഒരു ഭയം വെറുതെയാണെന്ന് മനസ്സിലാക്കാൻ ഒന്ന് മാത്രം ഓർത്താൽ മതി. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന അതേ കൈകൾ തന്നെയാണ് നമ്മുടെ വിധിയും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. ഒരു രാത്രി അവനും ആ ഇംഗ്ലീഷുകാരനും വിശ്രമിച്ചു കൊണ്ടിരിക്കെ തീക്കുണ്ടത്തിനടുത്തേക്ക് ഒരു ഒട്ടക്കാരൻ വന്നു. കേട്ടില്ലേ, മരുഭൂമിയിൽ യുദ്ധം നടക്കുന്നത്രേ. ഏതോ 2 ഗോത്രങ്ങൾ തമ്മിൽ 3 പേരും കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അന്തരീക്ഷത്തിൽ ആശങ്കയുടെ അദൃശ്യമായ അലകൾ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അരികിൽ എവിടെയോ ഒരു അത്യാപത്തിൻ്റെ സാമീപ്യം അവന് തോന്നി. ഇതാണ് പ്രകൃതിയുടെ ഭാഷ. ഇതിൽ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ ജീവനും അപകടത്തിലാണോ? ഇംഗ്ലീഷുകാരന് പരിഭ്രമം ഒതുക്കാനായില്ല. ഒരിക്കൽ മരുഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മുന്നോട്ട് പോയേ മതിയാവും, ഒട്ടകക്കാരൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തുടർന്നുള്ള യാത്ര എങ്ങനെ പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവിടുന്ന് നിശ്ചയിച്ചോളും. ആപത്തുകളും അപകടങ്ങളും ഒക്കെ മക്തൂബ്, സ്വന്തം വിധി എന്ന് കണക്കാക്കിയാൽ മാത്രം മതി. ഒരു രാത്രിയിൽ ഇംഗ്ലീഷുകാരന് തീരെ ഉറങ്ങാനായില്ല. അവനെയും വിളിച്ച് കൂട്ടത്തിൽ നിന്ന് വിട്ട് അരികിലുള്ള ഒരു മണൽക്കൂനിയുടെ ചെരുവിൽ ചെന്നിരുന്നു. നല്ല നിലാവുള്ള രാത്രി. അന്നവൻ കൂട്ടുകാരനോട് തൻ്റെ കഥ പറഞ്ഞു. അവൻ ചെന്നതിൽ പിന്നെ സ്ഫടികപാത്രക്കടയിൽ ഉണ്ടായ അഭിവൃദ്ധി. അത് കേട്ടപ്പോൾ അയാൾക്ക് കൂടുതൽ രസം തോന്നി. അയാൾ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന ഒരു ശക്തിയുണ്ട്, ആൽക്കമി. അതിനെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എന്ന് പറയും. എന്തിനെങ്കിലും വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഉത്കടമായ ഒരു ദാഹം ഉണർന്നാൽ ഉറപ്പിച്ചോളൂ, അവിടെ പ്രപഞ്ച ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ശക്തി അവനെ മുന്നോട്ട് നയിക്കും. അയാൾ തുടർന്നു, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും അതിൻ്റേതായ ആത്മാവുണ്ട്. മണ്ണിനും കല്ലിനും മൃഗത്തിനും മനുഷ്യനും ചെടികൾക്കുമൊക്കെ. ഇത് മനുഷ്യന് മാത്രമായുള്ളൊരു സിദ്ധിയാണെന്ന് ധരിക്കരുത്. വെറും ഒരു തോന്നലാണെന്ന് കരുതി തള്ളിക്കളയുകയും ചെയ്യരുത്. പ്രകൃതിയിലെ ഓരോ വസ്തുവും നിരന്തരമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്നോ? പ്രപഞ്ചം സചേതനമാണ്. അതിന് സ്വന്തമായ ഒരു ആത്മാവുണ്ട്. ആ വിശ്വചേതനയുടെ ഒരംശമാണ് നമ്മളിൽ ഓരോരുത്തരിലും തുടിച്ചു നിൽക്കുന്നത്. ഉള്ളിലുള്ള ആ തുടിപ്പിനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഒരു ചില്ലുപാത്രക്കടയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് നിനക്ക് തോന്നിയിട്ടില്ലേ, തൊട്ടാൽ പൊട്ടുന്ന ആ ചില്ലുപാത്രങ്ങൾ കൂടി അവയുടേതായ രീതിയിൽ നിന്നെ സഹായിക്കുന്നുവെന്ന്? നിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പ്രശസ്തരായ ആൽക്കമിസ്റ്റുകളെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള പുസ്തകമാണ് കൂട്ടത്തിൽ അവനെ ഏറ്റവും പിടിച്ചത്. ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പരീക്ഷണശാലകളിൽ ഇരുന്ന് വില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിച്ചവർ. അവരുടെ വിശ്വാസം ഒരു ലോഹത്തെ വളരെ കാലം വീണ്ടും വീണ്ടും ഉരുക്കി അരിച്ചെടുത്താൽ അവശേഷിക്കുന്ന വസ്തു അതിൻ്റേതായ എല്ലാ ഗുണദോഷവശങ്ങളും അകറ്റി പരിശുദ്ധമാക്കിയെടുത്ത വസ്തു, അതാണ് പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എന്നായിരുന്നു. അത് കയ്യിലുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളൊക്കെയും മനസ്സിലാക്കാം. കാരണം ഈ ലോകത്തിലെ സർവ്വ വസ്തുക്കളെയും ആന്തരികമായി ബന്ധപ്പെടുത്തുന്ന ഒരു ശൃംഖല, ആ നിഗൂഢ ഭാഷ
അത് ഉൾക്കൊള്ളുന്നു എന്നത് തന്നെ കാരണം. പകുതി ഖരവും പകുതി ദ്രാവകവുമായ ആ വസ്തുവിനെ അവർ വിളിച്ചിരുന്നത് സർവോത്തമ സൃഷ്ടി എന്നാണ്. ഇതൊന്നും വായിച്ച് പഠിക്കാതെ തന്നെ നമുക്ക് ആ പ്രപഞ്ച ഭാഷയുടെ അർത്ഥം ഗ്രഹിക്കാനാവില്ലേ? മൃഗങ്ങളെയും മനുഷ്യരെയും പ്രകൃതി കാട്ടിത്തരുന്ന സൂചനകളും ശ്രദ്ധിച്ചാൽ പോരെ? അവൻ്റെ സംശയം അതായിരുന്നു. നിനക്ക് എല്ലാത്തിനും വേണം ഒരു എളുപ്പവഴി. ഇംഗ്ലീഷുകാരൻ്റെ സ്വരത്തിൽ ചെറിയൊരു നീരസം. ആൽക്കമി നീ കരുതുന്ന പോലെ നിസാരമായ ഒരു വിഷയമല്ല, ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ പൂർവികന്മാർ കാട്ടിത്തന്നിട്ടുള്ള വഴിയിലൂടെ ഓരോ ചുവടും കൃത്യമായി വച്ച് മുന്നോട്ട് പോകണം. പൂർവികർ കണ്ടുപിടിച്ച സർവോത്തമ സൃഷ്ടിയുടെ ദ്രവഭാഗമാണ് പ്രാണസുധ എന്നവൻ മനസ്സിലാക്കി. എല്ലാവിധ രോഗങ്ങൾക്കും കൈക്കൊണ്ട ഔഷധം. അത് സേവിക്കുന്നവനെ ജരാന്തരകൾ ബാധിക്കുകയില്ല. അതിൻ്റെ ഖരഭാവത്തിന് ചിന്താമണി എന്നാണ് പേര്. ചിന്താമണി കൈക്കലാക്കുക അത്ര ലഘുവായ കാര്യമല്ല, ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. വർഷങ്ങളോളം പ്രയത്നിക്കണം. പരീക്ഷണശാലയിൽ സശ്രദ്ധം ഒരുക്കിയ അഗ്നിയിൽ ലോഹങ്ങളിട്ട് കാച്ചി കറകളഞ്ഞെടുക്കണം, ശുദ്ധമാക്കിയെടുക്കണം. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാകെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും വർഷങ്ങൾ കഴിയുമ്പോൾ അഹന്തയും ദുരഭിമാനവും ഒക്കെ അവനവൻ അറിയാതെ സ്വന്തം മനസ്സിൽ നിന്നൊഴിഞ്ഞു പോകുന്നു. ലോഹങ്ങളെ ശുദ്ധമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ സ്വയം ശുദ്ധനായിത്തീരുന്നു. മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്നു പോയതായി സ്വയം അനുഭവപ്പെടുന്നു. അവൻ അത്ഭുതം തോന്നി. ഏതാണ്ട് ഇത് തന്നെയാണല്ലോ ആ സ്ഫടിക വ്യാപാരിയും പറഞ്ഞത്. ചില്ലുപാത്രങ്ങൾ തേച്ചു മിനുക്കി വെക്കുന്നത് നല്ലത് തന്നെ, അതോടൊപ്പം സ്വന്തം മനസ്സും ദുഷ്ചിന്തകളും അകന്ന് തെളിവാർന്നതാകും. അതവന് കൂടുതൽ ബോധ്യമാവുകയായിരുന്നു. ആൽക്കമി പുരാതന ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ശുഷ്കമായ സത്യമല്ല, നിത്യജീവിതവുമായി വളരെയധികം ബന്ധമുള്ളതാണ്. നിനക്കറിയാമോ? ഇംഗ്ലീഷുകാരൻ അവനോട് ചോദിച്ചു. ചിന്താമണിയുടെ ചെറിയൊരംശം കയ്യിലുണ്ടായാൽ മതി. അതുകൊണ്ട് ഒരുപാട് സാധാരണ ലോഹങ്ങളെ നമുക്ക് സ്വർണ്ണമാക്കി മാറ്റാൻ സാധിക്കും. അവനും തോന്നി ആ വിദ്യ സ്വായത്തമാക്കണമെന്ന്. പക്ഷെ സഹായിക്കാൻ ഒരാളുമില്ലല്ലോ. കൈവശമുള്ളത് ഏതാനും രേഖാചിത്രങ്ങളും നിഗൂഢ ഭാഷയുള്ള ചില ലിഖിതങ്ങളും, ഒന്നും വ്യക്തമായി പ്രതിപാദിക്കാത്ത 3-4 ഗ്രന്ഥങ്ങളും മാത്രം. നല്ല ഇരുട്ടുള്ള രാത്രി, യുദ്ധം നടക്കുന്നതിനാൽ തീ കൂട്ടരുത് എന്ന ഉത്തരവ്. ഇംഗ്ലീഷുകാരനെ തൻ്റെ വായന മുടങ്ങിയതിനെക്കുറിച്ച് വേവലാതി, ദേഷ്യം. സ്വർണം ഉണ്ടാക്കുന്നത് നേരെ ചൊവ്വെ പറയാതെ ഇവർ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചു കെട്ടി പറയുന്നത് എന്തിനാണ്? അവൻ ഒരു ദിവസം രാത്രി ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു. അത്രയ്ക്ക് ആവശ്യമുള്ളവർ മാത്രം വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ അയാൾ അല്പം കൂടി വിശദീകരിച്ചു. ആലോചിച്ച് നോക്ക്, ഭാഷയും രീതിയും ഒക്കെ എളുപ്പം എല്ലാവരും കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്നു. അവരെല്ലാവരും തന്നെ വില കുറഞ്ഞ ലോഹങ്ങൾ സ്വർണ്ണമാക്കാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. എല്ലാവരുടെ കയ്യിലും വേണ്ടത്ര സ്വർണം. പിന്നെ സ്വർണത്തിന് എന്ത് വില? ആൽക്കമി തന്നെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. സ്വന്തം മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിരന്തരം പ്രയത്നിക്കാനും വസ്തുതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത്തരം വിജയങ്ങൾ കൈവരിക്കാനാവൂ. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മരുഭൂമിയുടെ നടുവിലെത്തിയിരിക്കുന്നത്. ഒരു യഥാർത്ഥ ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥങ്ങളിലെ രഹസ്യ സന്ദേശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഒരാൾ. പ്രിയമുള്ളവരെ, ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശം 6ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ ടെയിലിൽ ആൽക്കമിസ്റ്റ് വീഡിയോകളുടെ മുഴുവൻ പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി ക്രമത്തിന് കാണാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.